Hi all, welcome to Social Work Inside. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് സോഷ്യൽ കേസ് വർക്ക് ആണ്. സോഷ്യൽ വർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു സോഷ്യൽ വർക്കിൽ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. മെത്തേഡ്സ് രണ്ട് ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ് അഥവാ പ്രൈമറി മെത്തേഡ്, രണ്ടാമത്തെ ഇൻഡയറക്റ്റ് മെത്തേഡ് അഥവാ സെക്കൻഡറി മെത്തേഡ്. സോ ദ പ്രൈമറി മെത്തേഡ് അഥവാ ഡയറക്റ്റ് മെത്തേഡിലുള്ള ഒന്നാണ് കേസ് വർക്ക്, സോഷ്യൽ കേസ് വർക്ക്. ഡയറക്റ്റ് മെത്തേഡിലെ ഫസ്റ്റത്തെ മെത്തേഡാണ് സോഷ്യൽ കേസ് വർക്ക്. ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ അവർ ഡീൽ ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്ന ഒന്നാണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത്. കാരണം കോഴ്സ് കഴിഞ്ഞ്, അതായത് BSW MSW കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ കൂടുതൽ ഒരു 90% ആൾക്കാരും കേസ് വർക്ക് ഡീൽ ചെയ്യേണ്ടി വരും. പ്രശ്നങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ ക്ലയൻസ് എത്താം. അപ്പോൾ കേസ് വർക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഏത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഏത് തരം ഡയഗ്നോസ് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏത് തരം ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അവർ പ്രോബ്ലം എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ഇതെല്ലാം ഉൾപ്പെടുന്നത് എവിടെയാണ്? സോഷ്യൽ കേസ് വർക്കിലാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സോഷ്യൽ കേസ് വർക്ക്. ഇതിൽ ഞാൻ വളരെ വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ മാത്രമേ, വളരെ ഒരു ലൈറ്റ് PPT ആണിത്. പക്ഷെ നിങ്ങളിത് ഡീപ്പായിട്ട്, ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഡീപ്പായിട്ട് ഇത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. ബുക്സ് റെഫർ ചെയ്യുക, ലൈബ്രറി റെഫർ ചെയ്യുക, യൂട്യൂബ് റെഫറൻസ് എടുക്കാം, അല്ലാതെ തന്നെ വെബ്സൈറ്റിൽ കയറി കേസ് വർക്കിനെ പറ്റി വായിക്കുക. നിങ്ങളുടെ കരിയറിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ആദ്യത്തെ സ്ലൈഡ് നോക്കാം. എന്താണ് കേസ് വർക്ക് എന്നുള്ള സ്ലൈഡ് നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. ഞാനിവിടെ 4 വ്യക്തികളുടെ ഡെഫിനിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. വെരി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ആണ്. ബിക്കോസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് 1-2 MSW റിലേറ്റഡ് കോമ്പറ്റേറ്റീവ് എക്സാംസ് കേരളത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ റാങ്ക് ലിസ്റ്റിലോ കട്ട് ഓഫ് മാർക്കിൻ്റെ അവിടെ വരെ ഒന്നും എത്തിയില്ല. ബിക്കോസ് നമുക്കറിയാം സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും കുറച്ച് പോസ്റ്റിലേക്കായിരിക്കും PSC വിളിക്കുക. അപ്പോൾ ഞാൻ എഴുതിയ എക്സാമും മെഡിക്കൽ സോഷ്യൽ വർക്കറുടെ ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ അതിന് ഒരു പോസ്റ്റാണ് അതിനുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയില്ല അത്. പക്ഷെ എക്സാം എനിക്ക് വളരെ ടഫായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെയിനായിട്ട് ആ എക്സാമിൽ ഈ കാണുന്ന വ്യക്തികളുടെ പേര്, ഈ കാണുന്ന 4 പേരുടെ പേരും ആ എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഡയറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻസ് ചോദിക്കില്ല, പക്ഷെ ഡെഫിനിഷൻസിലെ മീനിങ് വെച്ചിട്ട് അവർ ചോദിക്കും. ഇന്ന ഒരു സെന്റൻസ് കൊടുത്തിട്ട് ചോദിക്കും, ഇത് ഏത് വ്യക്തിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് അതാ നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, മാരി റിച്ച്മണ്ട് കേസ് വർക്കിന് ബന്ധപ്പെട്ട ആളാണ്, മാരി റിച്ച്മണ്ട് കേസ് വർക്കിലെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ആരാണ് ലീ എന്താണ് പറഞ്ഞിട്ടുള്ളത് കേസ് വർക്കിനെ പറ്റി? ലീ എന്താ പറഞ്ഞിട്ടുള്ളത്? സോഷ്യൽ കേസ് വർക്ക് എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് ചേഞ്ചിങ് ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്സ് എന്ന് ലീ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഇടയിൽ നെറ്റ് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ നെറ്റ് എക്സാം എഴുതുമ്പോൾ എപ്പോഴും ഒരുപാട് വ്യക്തികളുടെ പേര് അതിൽ ചോദിക്കും. അപ്പം നിങ്ങൾ ഒരു സോഷ്യൽ വർക്കർ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ, ഇപ്പോൾ BSW ആണെങ്കിൽ 3 വർഷത്തെ കോഴ്സ്, ഇപ്പോൾ 4 വർഷമാണെന്ന് തോന്നുന്നു, അറിയില്ല. അല്ലെങ്കിൽ MSW ആകുമ്പോൾ 2 വർഷത്തെ കോഴ്സ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് നിങ്ങളെ ഒരു റെഫറൻസിന് വേണ്ടി ഒരു റഫ് ബുക്ക് നിങ്ങൾ എപ്പോഴും കൈ കരുതണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന വ്യക്തികളുടെ പേര് അവരെന്തു പറഞ്ഞു എന്ന് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. ഇത് നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞ് നെറ്റ് എക്സാം എഴുതുമ്പോൾ, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ, ലൈസൻസ് എക്സാം എഴുതുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഇത് നിങ്ങൾ ലൈഫിൽ എപ്പോഴും അത് യൂസ്ഫുൾ ആയിരിക്കും, ആ ഒരു നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 വ്യക്തികളാണ് സോഷ്യൽ കേസ് വർക്കിനെ പ്രധാനമായിട്ടും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയും ആൾക്കാരുണ്ട്, ഇനിയും ഇമ്പോർട്ടൻ്റ് ആയ ഒരുപാട് വ്യക്തികളുണ്ട്. ഞാൻ ഇവരുടെ മാത്രം എടുത്തത് ഇവരുടെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഇവരുടെ പേരുകളും ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റും ചോദിച്ചിട്ടുള്ളത് കാരണമാണ്. അപ്പോൾ മാരി റിച്ച്മണ്ട് ഏറ്റവും കേസ് വർക്കിൽ ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തിയാണ്. 1970 ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോഷ്യൽ കേസ് വർക്ക് മേ ബി ഡിഫൈൻഡ് ആസ് ദ ആർട്ട് ഓഫ് ഡൂയിങ് ഡിഫറെൻറ്റ് തിങ്സ് and for with different people by cooperating with them to achieve at the same time their own and societal betterment എന്ന് പറയുന്നതാണ് മേരി റിച്ച്മണ്ട്. ഇത് ആർട്ട് ഓഫ് ഡൂയിങ് ഡിഫറെൻറ്റ് തിങ്സ് ആണ്. ഒരു വ്യക്തിയുടെ ബെറ്റർമെൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ബെറ്റർമെൻറ്റിന് വേണ്ടി ചെയ്യുന്ന ഒരു ആർട്ട് ഓഫ് ഡൂയിങ് ഡിഫറെൻറ്റ് തിങ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? കേസ് വർക്ക് എന്ന് പറയുന്നത് മാരി റിച്ച്മണ്ട്. അടുത്തത് പേൾമാൻ. കേസ് വർക്കിൽ മാരി റിച്ച്മണ്ട് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റും ഏറ്റവും കൂടുതൽ കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പേൾമാൻ. 1957 പറഞ്ഞിട്ടുള്ളത്, ദ പ്രോസസ് യൂസ്ഡ് ബൈ certain human welfare agencies to help individual to cope more effectively with their problems in social functioning. So
മാരി റിച്ച്മണ്ട് പറഞ്ഞത് ആർട്ട് ഓഫ് ഡൂയിങ് ഡിഫറെന്റ് തിങ്സ് ഫോർ എ പേഴ്സൺസ് ഓർ സൊസൈറ്റൽ ബെറ്റർമെന്റ് എന്നാണെങ്കിൽ പേൾമാൻ പറഞ്ഞത് പ്രോസസ് യൂസ്ഡ് ബൈ സർട്ടൻ ഹ്യൂമൻ വെൽഫെയർ ഏജൻസീസ്. സോ വെൽഫെയർ ഏജൻസീസിനെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള ഒരു ഡെഫിനിഷനാണ് ആര് പറഞ്ഞിട്ടുള്ളത്? പേൾമാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ ടഫ് ആയിരിക്കാം. ബട്ട് ഇവർ പറഞ്ഞ കീ പോയിന്റ്സ്, കീ വേർഡ്സ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അടുത്താണ് സോഷ്യൽ കേസ് വർക്ക് ഈസ് ദ ആർട്ട് ഓഫ് ചേഞ്ചിങ് ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്സ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ചേഞ്ച് ചെയ്യുന്ന ഒരു കലയാണ് എന്ത്? സോഷ്യൽ കേസ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ലീ ആണ് 1923. അടുത്ത ടാഫ്റ്റ്. അക്കോർഡിംഗ് ടു ടാഫ്റ്റ് 1920, social casework means social treatment of maladjusted individuals involving an attempt to understand his personality, behavior and social relationship. ഒരു മാലാഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ കൊടുക്കാവുന്ന ഒരു സോഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് എന്ത്? സോഷ്യൽ കേസ് വർക്ക് എന്ന് പറഞ്ഞുള്ളത് ടാഫ്റ്റ് ആണ്. അപ്പോൾ മാരി റിച്ച്മണ്ട്, പേൾമാൻ, ലീ, ടാഫ്റ്റ്, ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടി ഉണ്ട്, ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവരൊക്കെയാണ് സോഷ്യൽ കേസ് വർക്കിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുക, ഇത് വായിക്കുക. ബൈ ഹാർട്ട് ചെയ്യുന്നത് ഞാൻ പറയില്ല, ബട്ട് ഇമ്പോർട്ടൻറ്റ് കീ വേർഡ്സ് നോട്ട് ചെയ്യുക. ഇവരുടെ പേര് മറക്കാതെ നോട്ട് ചെയ്യുക. നെറ്റ് എക്സാമിനും കോമ്പറ്റേറ്റീവ് PSC എക്സാംസിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത സ്ലൈഡ്. ബേസിക് അസംപ്ഷൻസ് ഓഫ് കേസ് വർക്ക്. ബേസിക് അസംപ്ഷൻസ് ഓഫ് കേസ് വർക്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ഹാമിൽട്ടൺ. അക്കോർഡിംഗ് ടു ഹാമിൽട്ടൺ ദ ബേസിക് അസംപ്ഷൻസ് ഓഫ് കേസ് വർക്ക് ആർ എന്ന് പറഞ്ഞിട്ട് ഒരു 6 അസംപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് അസംപ്ഷൻസ് എന്ന് പറഞ്ഞാൽ? അസംപ്ഷൻസ് എന്ന് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ അനുമാനം എന്നൊക്കെ പറയാം. അതായത് അവന്റെ അനുമാനത്തിൽ അതിങ്ങനെ പറയുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല, അനുമാനം. അതാണ് ബേസിക് അസംപ്ഷൻ. സോ ഹാമിൽട്ടന്റെ അഭിപ്രായത്തിൽ കേസ് വർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അനുമാനം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സെന്റൻസ്, സോ എന്ത് പറയും ഒരു എക്സാമ്പിൾ ആയിട്ട്? സോ നമുക്ക് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ കിട്ടി എന്ന് വിചാരിക്കുക, ഒരു എന്തെങ്കിലും ഒരു എമൗണ്ട്. അപ്പോൾ നമ്മൾ പറയാണ്, സോ ദിസ് കാൽക്കുലേഷൻസ് ആർ ബേസ്ഡ് ഓൺ ദ അസംപ്ഷൻ ബട്ട് the price will be increased or the price will continue to increase. അങ്ങനെ നമുക്ക് പറയാം. സോ ഒരു അനുമാനത്തിൽ ഒരു സാധനത്തിന്റെ കാൽക്കുലേറ്റ് ചെയ്ത പ്രൈസ് ഇത്രയാണ്, പക്ഷെ അത് ഇൻക്രീസ് ആവാം, അങ്ങനെ പറയും. അതിനെയാണ് അസംപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഹാമിൽട്ടന്റെ അസംപ്ഷനിൽ, ഹാമിൽട്ടന്റെ അഭിപ്രായത്തിൽ ദ ബേസിക് അസംപ്ഷൻസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് കേസ് വർക്കിന്റെ. ഞാൻ ഓരോന്നായിട്ട് പറയാം. Individual and society are interdependent and complementary to each other. So കേസ് വർക്കിൽ എന്തൊക്കെ പ്രധാനമായിട്ടും ഒരു ഇൻഡിവിജ്വൽ സോഷ്യൽ വർക്കർ അപ്രോച്ച് ആണ് അല്ലേ. അതായത് നമ്മുടെ മുന്നിലേക്ക് ഒരു വ്യക്തിയാണ് വരുന്നത്, ഒരു ഗ്രൂപ്പ് അല്ല വരുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ആർ ഇന്റർഡിപെൻഡന്റ് ആണ് എന്നതാണ് ആദ്യത്തെ അസംപ്ഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഒരു പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം എന്താ ആലോചിക്കണം? ഓക്കെ, ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ആർ ഇന്റർഡിപെൻഡന്റ് ആണ്. സോ ഒരു വ്യക്തിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ചിലപ്പോൾ അതിന്റെ കോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സോഷ്യൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, ബിക്കോസ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ആർ ഇന്റർഡിപെൻഡന്റ്. നെക്സ്റ്റ് പോയിന്റ് ആണ് വേരിയസ് ഫാക്ടേഴ്സ് ഓപ്പറേറ്റ് ഇൻ സൊസൈറ്റി ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ. അതായത് സൊസൈറ്റി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആരുടെ ബിഹേവിയറിനെ, ഒരു ഹ്യൂമൻ ബിഹേവിയറിനെയും ആറ്റിറ്റ്യൂഡിനെയും എന്താവാം, എഫക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അടുത്ത സം പ്രോബ്ലം ആർ സൈക്കോളജിക്കൽ ആൻഡ് സം ആർ ഇന്റർപേഴ്സണൽ ഇൻ നേച്ചർ ആൻഡ് വിത്തിൻ സർട്ടൻ ലിമിറ്റ്സ് മാൻ ക്യാൻ അണ്ടർസ്റ്റുഡ് ആൻഡ് ഹെൽപ്ഡ്. ഓക്കെ, മാൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആൻഡ് ഹെൽപ്പ്. അത് ചില പരിമിതികൾക്കുള്ളിൽ നിന്നും ചിലപ്പോഴൊക്കെ മനുഷ്യന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവന് തന്നെ അത് അല്ലെങ്കിൽ അവൾക്ക് തന്നെ അതിനെ ഓവർകം ചെയ്യാനും അതിനുള്ള ഒരു കഴിവുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത ഒരു വ്യക്തിക്ക് അയാളുടെ തന്നെ പൊട്ടൻഷ്യാലിറ്റീസും അയാളുടെ തന്നെ കപ്പാസിറ്റീസും ഉപയോഗിച്ച് വളരാനുള്ളൊരു ചാൻസ്, വളരാനും ചേഞ്ച് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ മാൻ ക്യാൻ ഗ്രോ ആൻഡ് ചേഞ്ച് ആസ് പെർ ഹിസ് ഓർ ഹെർ inherent capacities and potential. The last assumption എന്ന് പറയുന്നത് every person is unique as well as similar to others. So ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്. ഇത് ലാസ്റ്റ് അസംപ്ഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ വർക്ക് പഠിക്കുന്ന, അതായത് എന്തുകൊണ്ട് ഒരു സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കറും മറ്റൊരു വ്യക്തി പഠിച്ചിറങ്ങുന്ന മറ്റു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഒരാളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്തായിരിക്കണം? അതായത് നമുക്കറിയാവുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്. എംപതി, ദ വാല്യൂ ഓഫ് എംപതി, അല്ലെങ്കിൽ ദ വാല്യൂ ഓഫ് ദ ഇൻഡിവിജ്വലൈസേഷൻ, അല്ലെങ്കിൽ വാല്യൂ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. ഇത് നമുക്കറിയുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സിന് അറിയുന്ന പോലെ മറ്റൊരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് അറിയണമെന്നില്ല. അതാണ് ഒരു മെയിൻ ആയിട്ടൊരു ഡിഫറൻസ്. ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷനും മറ്റു പ്രൊഫഷനും നമ്മുടെ ഡിഫറൻറ്റ്, ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ പഠിക്കുന്ന ഈ ഒരു കോഴ്സിന് ഒരു വാല്യൂ ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് പഠിച്ചിറങ്ങുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിനും
നിങ്ങളുടെ എൻറ്റയർ പേഴ്സണൽ ലൈഫിലും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ അസംഷൻ ഇത് നിങ്ങൾ കരിയറിലും ആസ് വെൽ ആസ് നിങ്ങളുടെ അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പ്രൊഫഷനും അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. എവറി ഇൻഡിവിജ്വൽ ആൻഡ് എവറി പേഴ്സൺ ഈസ് യുണീക്ക് ആസ് വെൽ ആസ് സിമിലർ ടു അതേഴ്സ്. ഓക്കെ, നമ്മുടെ മുന്നിൽ ഒരു എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ എപ്പോഴും ഒരു ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ആൾ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിൽ ഈ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു അസംഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, എവറി ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക് ആണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും അയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ വാല്യൂസും ഈ അസംഷൻസും ഒക്കെ ആദ്യം നമ്മൾ പഠിച്ചിരിക്കണം. ഇനി മെയിൻ ആയിട്ട് സോഷ്യൽ കേസ് വർക്കിൽ അസംഷൻസ് പറഞ്ഞത് ഹാമിൽട്ടൺ ആണെങ്കിൽ, രണ്ടാമത് പറയുന്നത് ഗ്രേസ് മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തി ഫിലോസഫിക്കൽ അസംഷൻസ് പറഞ്ഞിട്ട് കുറെ അസംഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബിക്കോസ് നിങ്ങൾ ഇതൊരു എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് ഈ PPT റെഫർ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രേസ് മാത്യുവിന്റെ ആവശ്യമില്ല. ബട്ട് നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പെർഫോം ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് റെഫർ ചെയ്യാവുന്നതാണ്. ഗ്രേസ് മാത്യുവിന്റെ ഫിലോസഫിക്കൽ അസംഷൻ. സോ ഇത്രയും പേരുകൾ ഇപ്പോൾ ലാസ്റ്റ് സ്ലൈഡിൽ ഞാൻ പറഞ്ഞു, മാരി റിച്ച്മൺ, ലീ, അങ്ങനെ കുറച്ച് വ്യക്തികളുടെ, ടാഫ്റ്റ്, അങ്ങനെ കുറച്ച് വ്യക്തികളുടെ പേര് പറഞ്ഞു. ഈ ഒരു സ്ലൈഡിൽ ഞാൻ പറഞ്ഞത് ഈ ഒരു PPTയിൽ ഈ ഒരു പേജിൽ ഞാൻ 2 വ്യക്തികളുടെ പേരാണ് പറഞ്ഞത്. ഒന്ന് ഹാമിൽട്ടൺ ആണ് ബേസിക് അസംഷൻസ് കൊണ്ടുവന്നത്. രണ്ടാമത്തെ വ്യക്തിയാണ് ഗ്രേസ് മാത്യു ഫിലോസഫിക്കൽ അസംഷൻസ് കൊണ്ടുവന്ന ആളാണ് ഗ്രേസ് മാത്യു. അപ്പോൾ ഈ ഒരു പാർട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡെഫിനിഷൻസ് ആണ് ആദ്യം എടുത്തത്, പിന്നെ ബേസിക് അസംഷൻസ് ആണ് എടുത്തത്. ഇനി മൂന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് കേസ് വർക്ക്. നമ്മൾ എപ്പോഴും മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു പേരാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് കേസ് വർക്കിലുള്ളത്, ബീസ്റ്റെക്. ഞാൻ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദ പ്രൊനൗൺസിയേഷൻ, ബട്ട് ഐ ആം റീഡിംഗ് ദിസ് ആസ് ബീസ്റ്റെക്. ഓക്കെ, സോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ കേസ് വർക്കും പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്കും ഈ സെയിം പോയിന്റ് തന്നെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്കിൽ നമ്മൾ പഠിക്കുന്നത്. സോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് 7 പ്രിൻസിപ്പിൾസ് ആണ് നിങ്ങൾ ഇതിൽ പഠിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ബീസ്റ്റെക് ആണ് ഈ പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത മൂന്നാമത്തെ സ്ലൈഡിൽ മൂന്നാമത്തെ പേജിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു പേരാണ് ബീസ്റ്റെക്. സോ ബീസ്റ്റെക് ആണ് അക്കോർഡിംഗ് ടു ബീസ്റ്റെക് ആണ് 7 പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. അതിൽ ആദ്യത്തെയാണ് ഇൻഡിവിജ്വലൈസേഷൻ. ഇൻഡിവിജ്വലൈസേഷനിൽ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്, എവരി ഇൻഡിവിജ്വൽ ഈസ് യുണീക്ക്. അത് ആ ഒരു പോയിന്റ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളെ മുന്നിൽ ഒരു പ്രോബ്ലം ആയിട്ട് എത്തുന്ന വ്യക്തിയെ നിങ്ങളെ മനസ്സിലാക്കാൻ. അടുത്ത പേർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ്. നിങ്ങളെ തൊട്ട് മുന്നിലിരിക്കുന്ന ക്ലയന്റിനെ ഇൻഡിവിജ്വലൈസേഷൻ എന്ന പ്രിൻസിപ്പിളിലൂടെ എന്ത് ചെയ്തു? അയാൾക്കൊരു വാല്യൂ കൊടുത്ത് അയാളെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുക. പിന്നെ തൊട്ടടുത്ത പ്രിൻസിപ്പിളാണ് പേർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ്. അതായത് അയാളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് അയാൾക്കുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് അയാൾക്കുണ്ട്. സോ അതിന് ആ ഒരു വാല്യൂ നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്ന വാല്യൂ അനുസരിച്ച്, നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്ന റെസ്പെക്ട് അനുസരിച്ച്, നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്ന സ്പേസ് അനുസരിച്ചിരിക്കും അയാളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ അയാളെ കൊണ്ട് പ്രാപ്തനാക്കുക. തേർഡ് പ്രിൻസിപ്പിൾ ആണ് കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെന്റ്. നിങ്ങളുടെ ഇമോഷൻസ്, അതായത് ആസ് എ സോഷ്യൽ വർക്കർ നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അതായത് ചിലപ്പോൾ മുന്നിലിരിക്കുന്ന ആള് ഒരു സെൻസും ഇല്ലാതെ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞേക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരും, നിങ്ങൾ ചിരിക്കാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരും. നമ്മുടെ മുന്നിലിരിക്കുന്ന ആള് ഒരുപാട് തുറന്ന് അവരുടെ ഇമോഷണൽ പ്രോബ്ലംസും അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അയാളുടെ പേഴ്സണൽ ട്രോമയൊക്കെ നമ്മുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഓഫ് കോഴ്സ് മനുഷ്യന്മാരായ നമുക്ക് ചിലപ്പോൾ മറ്റുള്ള നമുക്ക് കരച്ചിൽ വരാം. പക്ഷേ എമ്പതി എന്ന് പറയുന്ന ഒരു ഇമോഷനെ അല്ലാതെ അയാളുടെ മുന്നിൽ അയാൾ കരയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പൊട്ടി കരയാൻ പാടില്ല. അവിടെയാണ് നമ്മൾ ഈ പ്രിൻസിപ്പിളിന്റെ വാല്യൂ വരുന്നത്, കൺട്രോൾ ഇമോഷണൽ ഇൻവോൾവ്മെന്റ്. അടുത്ത ആക്സെപ്റ്റ് ദ പേഴ്സൺ ആസ് ഹി ഈസ്, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ദ പേഴ്സൺ ആസ് ഷീ ഈസ്. എന്താണോ ആ പേഴ്സൺ ആയിട്ട് തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം ഈ ഒരു കേസ് വർക്ക് പ്രോസസ്സിൽ. നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, ഒരു തരത്തിലുള്ള ബയാസോ ഒരു തരത്തിലുള്ള പ്രജുഡിസോ കീപ്പ് ചെയ്യാണ്ട് ആ ഒരു വ്യക്തിയായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ഒട്ടും ഇല്ലാതെ വേണം നമ്മൾ കേസ് വർക്ക് എന്ന് പറയുന്ന ഒരു പ്രോസസ് ചെയ്യാൻ. ക്ലയന്റ് സെൽഫ് ഡിറ്റർമിനേഷൻ. ഒരു ക്ലയന്റിന് റൈറ്റ് ഉണ്ട്. അത് ക്ലയന്റ് പറയാണ് ഓക്കെ, ആ ഒരു പ്രോബ്ലം അയാൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അയാൾ പറയാണ് ഈ സൊല്യൂഷനെ പറ്റി അയാൾക്ക് പറയാൻ, സൊല്യൂഷനെ പറ്റിയിട്ടും അയാൾക്ക് അഭിപ്രായം ഉണ്ട്. അല്ലെങ്കിൽ അയാൾ പറയണ എനിക്ക് ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം നോ എനിക്കാണ് ഇതിൽ നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നെങ്കിൽ ആസ് എ സോഷ്യൽ വർക്കർ ഞാനാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരേണ്ടത്, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം. അങ്ങനെ പറയാൻ സോഷ്യൽ വർക്കേഴ്സിന് റൈറ്റ്സ് ഇല്ല.
ക്ലയന്റിന് അവരുടെ ലൈഫിൽ എന്ത് തീരുമാനം എടുക്കുന്നില്ല അവർക്ക് റൈറ്റ്സ് ഉണ്ട്. അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ അത് റെസ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ അത് ഗൈഡ് ചെയ്യാൻ നോക്കുക. അതാണ് സെൽഫ് ഡിറ്റർമിനേഷൻ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കരിയറിലും നിങ്ങൾ എടുക്കേണ്ട ഒരു പ്രിൻസിപ്പിളാണ് കോൺഫിഡൻഷ്യാലിറ്റി. നമ്മൾ ഈ ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷനിൽ നമ്മൾ ഒരുപാട് പേരെ മീറ്റ് ചെയ്യും, ഒരുപാട് പേരെ സ്റ്റോറീസ് കേൾക്കും. ഒരിക്കലും അത് തേർഡ് പാർട്ടീസിനോടോ തേർഡ് പേഴ്സണോടോ ഈവൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് പോലും നമ്മൾ വെറുതെ തമാശക്കിരിക്കുമ്പോൾ സംസാരിക്കാനുള്ള ഒരു വിഷയങ്ങളാവരുത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതായത് മറ്റൊരാളുടെ ഫീലിങ്സ് നമ്മളുടെ സമയം പോകാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്നൊന്നും ആവരുത്. അതിന് അതിൻ്റെതായ വാല്യൂ കൊടുത്ത്, കോൺഫിഡൻഷ്യാലിറ്റിക്ക് അതിൻ്റെതായ വാല്യൂ കൊടുത്ത് നിങ്ങൾ കീപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ് നിങ്ങളൊരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ എന്ന് നിങ്ങൾക്ക് സ്വയം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അത്രയും വാല്യൂ ഉള്ള പ്രിൻസിപ്പിളാണ് കോൺഫിഡൻഷ്യാലിറ്റി. ഇനി ഈ പറയുന്ന പ്രിൻസിപ്പിൾ നിങ്ങൾ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കേണ്ട ഒന്നാവരുത്. ബിക്കോസ് നിങ്ങൾ കോഴ്സ് കഴിയുന്നതോടുകൂടി നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനെ പറ്റി ചിന്തിക്കണം, ലൈസൻസ് എക്സാംസിനെ പറ്റി ചിന്തിക്കണം. സോ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് UAE ഷാർജ എമിറേറ്റ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ UAE ഷാർജ എമിറേറ്റ്സിലെയും ദുബായ് എമിറേറ്റ്സിലെയും ലൈസൻസ് എക്സാം എഴുതിയ വ്യക്തിയാണ്. അപ്പോൾ ഈ പറയുന്ന പ്രിൻസിപ്പിൾസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് നേരിട്ടുള്ള ഒരാളാണ് ഞാൻ. ബിക്കോസ് നമ്മുടെ മുന്നിൽ കിട്ടുന്നത് കേസ് സ്റ്റഡീസ് ആയിരിക്കാം. സോ ഒരു കേസ് സ്റ്റഡി, എനിക്ക് കിട്ടിയ കേസ് സ്റ്റഡി ഞാൻ നിങ്ങൾക്ക് പറയാം. ഒരു സോഷ്യൽ വർക്കറുടെ മുന്നിൽ ഒരു ക്ലയന്റ് വരികയാണ്. ക്ലയന്റിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ക്ലയന്റിന്റെ പ്രോബ്ലംസ് ഒരുപാട് ഇമോഷണൽ ആയിട്ട് പറഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് തവണ കരയുന്നുണ്ടായിരുന്നു, ക്ലൂലെസ് ആയിട്ട് സംസാരിച്ചു. ബട്ട് എൻഡ് ഓഫ് ദ ഡിസ്കഷൻ ക്ലയന്റിന് ഒരു കാഴ്ചപ്പാടുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എനിക്ക് നന്നായിരിക്കും എന്ന കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾ ആസ് എ പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ നിങ്ങൾ ഏത് പ്രിൻസിപ്പിളാണ് നിങ്ങൾ അവിടെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെടുക്കും? അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലയന്റ് സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഓക്കെ. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി പറ്റി ചിന്തിക്കണം. കോൺഫിഡൻഷ്യാലിറ്റിയെ പറ്റി നിങ്ങൾ ഒരുപാട് വായിച്ച് മനസ്സിലാക്കണം. കാരണം എനിക്കറിയില്ല, കേരളത്തിലെ സോഷ്യൽ വർക്ക് പഠിക്കുമ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. പക്ഷെ നിങ്ങളൊരു പുറത്ത് പോയി നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു പോയിന്റാണ് കോൺഫിഡൻഷ്യാലിറ്റി. ബിക്കോസ് എവിടെ കീപ്പ് ചെയ്യണം ഫയൽസ്, ഏത് ലോക്കറിൽ കീപ്പ് ചെയ്യണം, എങ്ങനെ ലോക്ക് ചെയ്യണം, സോഷ്യൽ വർക്കറും ക്ലയന്റും അല്ലാതെ തേർഡ് പാർട്ടി, ഏത് തേർഡ് പാർട്ടി ആണല്ലേ, ആരാണ് കാണേണ്ടത്, ആരുടെ അപ്പിയറൻസിലാണ് നിങ്ങൾ ആ കോൺഫിഡൻഷ്യൽ ആയ ഫയൽ കാണിക്കേണ്ടത്, കോടതിയെ നിങ്ങൾ എപ്പോൾ കോൺഫിഡൻഷ്യൽ ആയ ഫയൽ കാണിക്കണം ആസ് എ സോഷ്യൽ വർക്കർ. ഇതൊക്കെ ഒരുപാട് പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് ആണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ബിക്കോസ് കേരളത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് മാത്രമേ നിങ്ങൾ എക്സാമിന് വേണ്ടിയുള്ളൂ. പക്ഷേ MSW സെക്കൻഡ് ഇയർ ആവുന്നതോടുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ടത് കോഴ്സ് കഴിഞ്ഞ് ഞാൻ എവിടെ പോകണം, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണം, ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ മോഡൽ എങ്ങനെയായിരിക്കാം ക്വസ്റ്റ്യൻസ്, അതിനൊക്കെ പറ്റി നിങ്ങൾ പഠിക്കണം. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അല്ലാണ്ട് ഒരിക്കലും ഈ കോഴ്സ് പഠിക്കരുത്. അങ്ങനെ അതായത് നമ്മൾ കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് കൂടി ഈ സോഷ്യൽ വർക്ക് പഠിക്കുന്നു. പക്ഷേ പഠിച്ചു വരുമ്പോൾ ആ കോഴ്സിനകത്ത് കിട്ടുന്ന നമ്മുടെ ഫ്രീഡം, പുറത്തു പോകാൻ പറ്റുന്ന ഒരുപാട് ഫീൽഡ് വർക്ക് ചെയ്യുന്നു, ആ ഒരു ഫ്രീഡത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോയി അത് എൻജോയ് ചെയ്യുന്നതോടുകൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ട, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കുറെ കാര്യങ്ങൾ, കരിയറിനെ പറ്റി ആലോചിക്കേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ മറന്നു പോവാണ് MSW BSW പഠിക്കുമ്പോൾ. അപ്പൊ അതില്ലാണ്ട് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പഠിച്ച് വ്യക്തമായ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ മുന്നിൽ കണ്ടു പഠിച്ചാൽ ഉറപ്പായിട്ടും കരിയറിൽ നിങ്ങൾക്കൊരു നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ബിക്കോസ് നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സർവീസ് ചെയ്താൽ മതി അല്ലേ? അതായത് സോഷ്യൽ സർവീസ് ചെയ്യാൻ നിങ്ങൾക്ക് പഠിക്കണം എന്നില്ലല്ലോ. നല്ലൊരു ജോലി കിട്ടി, പൈസ കിട്ടിയ നിങ്ങൾക്ക് ആര് വേണമെങ്കിലും സഹായിക്കാം. പക്ഷെ നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് പ്രൊഫഷണൽ സോഷ്യൽ വർക്കാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് ബെറ്റർ കരിയർ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് പ്രിൻസിപ്പിൾസ് പറഞ്ഞത്. ഇൻഡിവിജ്വലൈസേഷൻ, പർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ്, കൺട്രോൾ ഇമോഷണൽ ഇൻവോൾവ്മെന്റ്, ആക്സെപ്റ്റൻസ്, നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, ക്ലയന്റ് ഇൻഡിറ്റർമിനേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി. അടുത്തതാണ് ഫ്രീലാൻഡറും കൂടി 2 തരത്തിലുള്ള പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പേര് ഓർക്കണം. ഫ്രീലാൻഡർ ആണ് 2 ടൈപ്പ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ജനറിക് പ്രിൻസിപ്പിൾസും 2 ഡിഫറൻഷ്യൽ പ്രിൻസിപ്പിൾസും. ഇത് പറഞ്ഞ വ്യക്തിയാണ് ഫ്രീലാൻഡർ. അടുത്ത സോഷ്യൽ കേസ് വർക്കിലെ വളരെ പ്രധാനപ്പെട്ട വളരെ കാതലായ ഒരു ഭാഗമാണ് പ്രോസസ് ഓഫ് കേസ് വർക്ക് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് 3 പ്രോസസ്സാണ് സോഷ്യൽ കേസ് വർക്കിൽ വരുന്നത്. ദ ഫസ്റ്റ് പ്രോസസ് ഈസ് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. അതിനെ തന്നെയാണ് സൈക്കോ സോഷ്യൽ സ്റ്റഡി എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റഡിയിൽ ഓർത്തിരിക്കേണ്ട 2 പേരിൽ ഒരു പേരാണ് പേൾമാൻ, രണ്ടാമത്തെ പേരാണ് ഹാമിൽട്ടൺ. ഈ 2 പേരുമാണ് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പ്രോസസ്സാണ് ഡയഗ്നോസിസ്, മൂന്നാമത്തെ പ്രോസസ്സാണ് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് ഈസ് ദ ലാസ്റ്റ് പ്രോസസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. സോ ദ ഫസ്റ്റ് പ്രോസസ് ഈസ് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അഥവാ സൈക്കോ സോഷ്യൽ സ്റ്റഡി.
എന്താണ് സൈക്കോ സോഷ്യൽ സ്റ്റഡി അഥവാ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ? നമ്മൾ സാധാരണ പറയാറുണ്ട് നത്തിങ് ഹാപ്പൻസ് ഓൺ ദിസ് എർത്ത് വിത്തൗട്ട് എനി റീസൺ. ഒരു കാരണവുമില്ലാതെ ഈ എർത്തിൽ ഒന്നും സംഭവിക്കില്ല. ഒരാൾക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഒരാൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ തക്കതായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു റീസൺ കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്ത്? സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അഥവാ സൈക്കോ സോഷ്യൽ സ്റ്റഡി എന്ന് പറയുന്നത്. അത് പേൾമാൻ ആണ് അതിനെപ്പറ്റി കുറച്ചുകൂടി കൂടുതലായിട്ട് അതിന്റെ കണ്ടന്റിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. The nature of the presenting problem, significance of the problem, the causes or the onset of the problem, the efforts made to cope with the problem solving, the nature of the solution or end sought from the casework agency. ഇത്രയും കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് പേൾമാൻ ആണ് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ. ഇപ്പൊ മെയിൻ ആയിട്ട് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ 2 ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തത്. അതായത് ഫോർ എക്സാമ്പിൾ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു സ്കൂൾ സോഷ്യൽ വർക്കർ ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി വരികയാണ്, അല്ലെങ്കിൽ ഒരു പാരന്റ് വരികയാണ്. കുട്ടിയെ വിചാരിക്കുന്ന ഒരു പാരന്റ് വരികയാണ്. പാരന്റ് വന്നിട്ട് പറയാണ് കുട്ടിക്ക് ഈ ഇടയായിട്ട് കഴിഞ്ഞ ലാസ്റ്റ് മന്ത് ആയിട്ട് സ്കൂൾ വരാൻ ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ഒരുപാട് ടെക്നിക്ക് പാരന്റ് തന്നെ ഒരുപാട് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചു, കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, പുറത്തൊരു എക്സ്റ്റേണൽ ഏജൻസീസ്, ഒന്നും നടക്കുന്നില്ല. എന്ത് ചെയ്യും എന്ന് നിങ്ങളുടെ അടുത്ത് വന്ന ആസ് എ സ്കൂൾ സോഷ്യൽ വർക്കർ ആ കുട്ടി വരുന്ന സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ രീതിയിൽ നിങ്ങളുടെ അടുത്ത് വന്ന് തുറന്ന് സംസാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അതായത് ഒരു കേസ് വർക്ക് എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളെ കൊണ്ട് അതായത് പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ഒരു സ്കൂൾ സോഷ്യൽ വർക്കർ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത്? സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അഥവാ സൈക്കോ സോഷ്യൽ സ്റ്റഡി. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? നിങ്ങൾ പാരന്റ്സിനെ ഇന്റർവ്യൂ ചെയ്യും അല്ലെ, അല്ലെങ്കിൽ പാരന്റ്സിനെ ഒബ്സർവ് ചെയ്യും. നിങ്ങൾ പാരന്റ്സിന്റെ അടുത്ത് പറയാണ് എനിക്ക് ആ കുട്ടിയെ ഒന്ന് സംസാരിക്കണം, കുട്ടിയായിട്ടൊരു ഇന്റർവ്യൂ നടത്തണം. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കുട്ടിയെ വിളിക്കും, സ്കൂളിലേക്ക് വിളിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടി എവിടെയാണോ അവിടേക്ക് നിങ്ങൾക്ക് പോവാം. അത്രയും ഫ്രീഡം ഉള്ള സ്കൂളാണ് നിങ്ങൾക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടി ഇങ്ങോട്ട് വിളിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ, കുട്ടിക്ക് തീരെ സ്കൂളിലേക്ക് വരാൻ ഇഷ്ടമല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് വെക്കാം, ഫേസ് ടു ഫേസ് മീറ്റിംഗ് വെക്കാം. എന്നിട്ട് കുട്ടിയെ ഒബ്സർവ് ചെയ്യുക, കുട്ടി പറയുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാം, കുട്ടിയെ ഇന്റർവ്യൂ ചെയ്യാം. അതാണ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ടെക്നിക്സ് ഓഫ് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒബ്സർവേഷൻ. അടുത്താണ് ടൂൾസ്. എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം? ഇന്റർവ്യൂ നടത്താം, ഇന്റർവ്യൂ ഗൈഡ് ചെയ്യാം, ഇന്റർവ്യൂ ഷെഡ്യൂൾ ഓർ ഇന്റർവ്യൂ ഗൈഡ് ഉപയോഗിക്കാം, ലൈവ് ചാർട്ട്, വീഡിയോ റെക്കോർഡിംഗ് ഓഫ് ഫാമിലി ഇന്ററാക്ഷൻ, ടേപ്പ് റെക്കോർഡഡ് ഇന്റർവ്യൂ. ഇത്രയും ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡാറ്റാസ് കളക്ട് ചെയ്യാം. ഇതാണ് സോഷ്യൽ ഞാൻ വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇതാണ് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. സോ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ്? സോഷ്യൽ ഡയഗ്നോസിസ്. അതായത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതോടുകൂടി, അതായത് നിങ്ങളുടെ മുന്നിൽ വന്ന ഒരു കുട്ടി സ്കൂളിലേക്ക് വരുന്നില്ല എന്നാണ് കുട്ടിയുടെ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടി, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്തു, കുട്ടിയെ ഇന്റർവ്യൂ ചെയ്തു, ഫാമിലി ഇന്റർവ്യൂ ചെയ്തു, കുട്ടിയെ ഒബ്സർവ് ചെയ്തു, ഫാമിലി മെമ്പേഴ്സിനെ ഒബ്സർവ് ചെയ്തു. നിങ്ങൾക്ക് കുട്ടിയുടെ ക്ലാസ്സിൽ പോയിരിക്കാം, കുട്ടിയുടെ ക്ലാസ്സിൽ മേറ്റ്സിനായിട്ട് സംസാരിക്കാം, ടീച്ചറിനായിട്ട് സംസാരിക്കാം. കുട്ടി ഇല്ലാത്ത സമയത്ത് കുട്ടിയുടെ ക്ലാസ്സിൽ ഒബ്സർവ് ചെയ്യാം. നിങ്ങൾക്ക് പ്രീവിയസ് ക്യാമറ, ക്ലാസ്സിൽ CCTV ക്യാമറാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തിലെത്തി? നെക്സ്റ്റ് സ്റ്റേജ് ആയ സോഷ്യൽ ഡയഗ്നോസിസിലെത്തി. സോ സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ എന്താണ്? സോഷ്യൽ ഡയഗ്നോസിസ് is the attempt to arrive at an exact definition of a possible of the social situation and personality of given client. So the social diagnosis എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രോസസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. സോഷ്യൽ കേസ് വർക്കിന്റെ പ്രോസസ്സിലെ ആദ്യത്തെ പ്രോസസ് ആയിട്ട് നമ്മൾ എന്ത് പഠിച്ചു? സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അഥവാ സൈക്കോ സോഷ്യൽ സ്റ്റഡി പഠിച്ചു. രണ്ടാമത്തെ പ്രോസസ് ആണ് സോഷ്യൽ ഡയഗ്നോസിസ്. സോ ദ സോഷ്യൽ ഡയഗ്നോസിസിൽ ഹെൽപ്പ് സീക്കറും ഹെൽപ്പ് ഗിവറും, ഹെൽപ്പ് ഗിവർ ആരെവിടെ? ഹെൽപ്പ് ഗിവർ എന്ന് പറയുന്നത് സോഷ്യൽ വർക്കറും ഹെൽപ്പ് സീക്കർ ആരാ? ക്ലയന്റ്. സോഷ്യൽ ഹെൽപ്പ് ഗിവറും ഹെൽപ്പ് സീക്കറും തമ്മിൽ ഏകദേശം ഒരു അനുമാനത്തിലെത്തണം, ഏകദേശം അവരുടേതായ ഒരു അസംഷനിൽ എത്തണം. ഓക്കെ, ഇന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു, ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഫൈൻഡ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ. ഇത് നമ്മൾ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ കണ്ടുപിടിച്ച കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ എക്സാക്ട് പ്രോബ്ലത്തിന്റെ കോസ് എന്ന് പറയുന്നത്, ഇതൊക്കെയാണ് സോഷ്യൽ ഡയഗ്നോസിസ് ചെയ്യുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു പേൾമാൻ, ഈ ഒരു പേര് പഠിക്കണം. അക്കോർഡിംഗ് ടു പേൾമാൻ 3 തരത്തിലുള്ള ഡയഗ്നോസിസ് ആണ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത്. ഒന്ന് ഡൈനാമിക് ഡയഗ്നോസിസ്, ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആൻഡ് എറ്റിയോളജിക്കൽ ഡയഗ്നോസിസ്. സോ ദ ഡൈനാമിക് ഡയഗ്നോസിസിൽ പറയുന്ന അതിലൂടെ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഗിവ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കറന്റ് പ്രോബ്ലം ഓഫ് ദ ക്ലയന്റ്. Then within that dynamic diagnosis, the social worker is getting an information regarding their social situation, environmental factors, psychological factors, physical factors, social factors. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡൈനാമിക് ഡയഗ്നോസിസിലൂടെ ഒരു സോഷ്യൽ വർക്കർ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ.
അതായത് സോഷ്യൽ ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഫിസിക്കൽ ഫാക്ടേഴ്സ്, അത് പൊതുവേ അതായത് ഒരു വ്യക്തി പറയുമ്പോൾ ആ വ്യക്തിയിൽ എന്തൊക്കെ എഫക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഓഫ് കോഴ്സ് സോഷ്യൽ ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം എഫക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതെല്ലാം ഒരു വ്യക്തിയെ എങ്ങനെ എഫക്ട് ചെയ്യുന്നതാണ് ഡൈനാമിക് ഡയഗ്നോസിസിൽ. അതായത് മൊത്തം എല്ലാം എന്തിൽ വരും, ഡൈനാമിക് ഡയഗ്നോസിസ് വരും. സോഷ്യൽ സിറ്റുവേഷനും എൻവയോൺമെന്റൽ സിറ്റുവേഷനും എല്ലാം വരും. ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ക്ലിനിക്കൽ ബേസിലായിട്ടായിരിക്കും. അണ്ടർ ക്ലിനിക്കൽ ഡയഗ്നോസിസ് the caseworker attempts to classify the client by the nature of his sickness or problem. Okay, then the clinical diagnosis describe both the nature of the problem and its relation to the client and helping means and goals. മൂന്നാമത്തെ ഡയഗ്നോസിസ് ആണ് എറ്റിയോളജിക്കൽ ഡയഗ്നോസിസ്. എറ്റിയോളജിക്കൽ ഡയഗ്നോസിസ് ഈസ് കൺസേൺ വിത്ത് ദ എക്സ്പ്ലനേഷൻ ഓഫ് ദി ബിഗിനിങ് ആൻഡ് ലൈഫ് ഹിസ്റ്ററി ഓഫ് പ്രോബ്ലം ഓഫ് ദ ക്ലയന്റ്, ബേസിക്കലി ദ പ്രോബ്ലം ദാറ്റ് ലൈസ് ഇൻ ദ ക്ലയന്റ്സ് പേഴ്സണാലിറ്റി, വേക്കപ്പ് ഓർ ഫങ്ഷനിങ്. അതാണ് എറ്റിയോളജിക്കൽ ഡയഗ്നോസിസ്. സോ 3 തരത്തിലുള്ള ഡയഗ്നോസിസ് ആണ് ഉള്ളത്. ഒന്ന് ഡൈനാമിക് ഡയഗ്നോസിസ്. ഡൈനാമിക് ഡയഗ്നോസിസ് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും കോർത്തിണായിക്കൊണ്ടുള്ള ഒരു ഡയഗ്നോസിൽ എത്തണം. അതായത് ആ വ്യക്തിയെ പ്രോബ്ലത്തിൽ എന്തൊക്കെ എഫക്ട് ചെയ്യാം, സോഷ്യൽ, ഇമോഷണൽ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കൊരു പ്രോബ്ലം, നമുക്കൊരു അസുഖം വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അസുഖത്തെ ഡോക്ടർ ട്രീറ്റ് ചെയ്യുക, ആ സെയിം വേയിൽ തന്നെയാണ് ക്ലിനിക്കൽ ഡയഗ്നോസിസിൽ ഒരു സോഷ്യൽ വർക്ക് ട്രീറ്റ് ചെയ്യുന്നത്. അയാളുടെ പ്രോബ്ലംസ് എടുക്കുന്നു, ആ പ്രോബ്ലംസിനെ എന്തൊക്കെ കാര്യങ്ങൾ എഫക്ട് ചെയ്യുന്നു, സെർട്ടൈൻ അയാളുടെ തന്നെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, ക്വാളിറ്റീസ് ഓഫ് ദി ക്ലയന്റ് പേഴ്സണാലിറ്റി, അയാളുടെ മാൽ അഡാപ്റ്റേഷൻ എന്താണ്, അയാളുടെ മാൽ ഫങ്ഷനിങ് ഓഫ് ഹിസ് ബിഹേവിയർ എന്താണ്, അങ്ങനെ ഒരു ക്ലിനിക്കലി അയാളെ പഠിക്കുന്നതിനെയാണ് ക്ലിനിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. എറ്റിയോളജിക്കൽ ഡയഗ്നോസിസിൽ വരുന്നത് അയാളുടെ ലൈഫ് ഹിസ്റ്ററി ഓഫ് ദ പ്രോബ്ലം. ഒരു കൺസേൺ ഉണ്ടെങ്കിൽ അയാളുടെ ലൈഫ് ഹിസ്റ്ററി ഓഫ് ദ പ്രോബ്ലം, അല്ലെങ്കിൽ ആ പ്രോബ്ലം എങ്ങനെ അയാളെ എഫക്ട് ചെയ്യുന്നു, ആ പ്രോബ്ലത്തിന്റെ ഹിസ്റ്ററിയെ ജഗന്നെടുക്കുന്നതാണ് എറ്റിയോളജിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സോഷ്യൽ ഡയഗ്നോസിസിൽ പറയുന്നത്. പഠിച്ചിരിക്കേണ്ട ഒരു പേരാണ് പേൾമാൻ. ദ ലാസ്റ്റ് പ്രോസസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് സോഷ്യൽ ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു എക്സാമ്പിൾ വീണ്ടും പറയുകയാണ്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഒരു കുട്ടി സ്കൂൾ സോഷ്യൽ വർക്കറുടെ മുന്നിൽ ഒരു കുട്ടി വരാണ്, സ്കൂൾ ആബ്സെന്റിസം, റെഗുലർ ആബ്സെന്റിസം ആണ് പാരന്റ് പറഞ്ഞ കംപ്ലൈന്റ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്തു, നിങ്ങൾ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി, നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് കിട്ടി. അടുത്താണ് സോഷ്യൽ ഡയഗ്നോസിൽ എത്തുന്നു. നിങ്ങൾ തക്കതായ ഒരു അനുമാനത്തിലെത്തുകയാണ്. ഓക്കെ, ഇന്നതാണ് പ്രോബ്ലംസ് എന്ന് കണ്ടുപിടിക്കുന്നു. അടുത്ത ട്രീറ്റ്മെന്റ്. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ ഡയഗ്നോസിൽ നിങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ആ കുട്ടിക്ക് എന്താണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്, ആ കുട്ടിക്ക് സിവിയർ ആയിട്ടുള്ള ബുള്ളിങ് ആ കുട്ടി സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നിന്നോ സിവിയർ ആയിട്ട് 2 പേര് ചേർന്ന് ആ കുട്ടിയെ നിരന്തരം ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് ആ കുട്ടി സ്കൂളിലേക്ക് വരാത്തത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ ഡയഗ്നോസിസിൽ. ഇനി നിങ്ങൾ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യും? അതായത് നിങ്ങൾ പ്രോബ്ലം കണ്ടെത്തുന്ന ഇൻവെസ്റ്റിഗേഷനിലൂടെ ആ പ്രോബ്ലം എന്താണ് നിങ്ങൾ കുട്ടിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യണം. സോ ട്രീറ്റ്മെന്റിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു പേരാണ് ഹാമിൽട്ടന്റെ പേര്. ഹാമിൽട്ടൺ ആണ് ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഹാമിൽട്ടൺ ആണ്. ഹാമിൽട്ടൺ ട്രീറ്റ്മെന്റ് കൊടുത്തതിന്റെ ഡെഫിനിഷൻ ആണ്, ട്രീറ്റ്മെന്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഹെൽപ്പിംഗ് ആൻ ഇൻഡിവിജ്വൽ വിത്ത് എ പ്രോബ്ലം. സോ ട്രീറ്റ്മെന്റ്, സോഷ്യൽ ട്രീറ്റ്മെന്റ് അറിയാണ്ട് നമ്മൾ കേസ് വർക്കിനെ ഇറങ്ങി തിരിച്ചിട്ട് കാര്യമില്ല. ട്രീറ്റ്മെന്റിനെ പറ്റി വ്യക്തമായ ധാരണ, ട്രീറ്റ്മെന്റിൽ ഒരുപാട് തിയറീസ് നിങ്ങൾ പഠിച്ചിരിക്കണം. സോഷ്യൽ വർക്കിലും ഇഷ്ടം പോലെ തിയറി ഉണ്ട്. സൈക്കോ അനലിറ്റിക്കൽ തിയറി, സോഷ്യൽ ബിഹേവിയർ തിയറി, സൈക്കോ സോഷ്യൽ തിയറി, ഇതെല്ലാം നിങ്ങൾക്ക് സോഷ്യൽ കേസ് വർക്കിൽ അപ്ലൈ ചെയ്യാവുന്ന തിയറീസ് ആണ്. തിയറീസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ട്രീറ്റ്മെന്റിൽ പഠിക്കേണ്ട ഒരു പേരാണ് ഹാമിൽട്ടൺ. ഹാമിൽട്ടൺ ആണ് ട്രീറ്റ്മെന്റിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വ്യക്തി. അപ്പോൾ ട്രീറ്റ്മെന്റിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്, അതായത് മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരാളാണ് പോട്ടർലി ആണ് ട്രീറ്റ്മെന്റിനെ പറ്റി മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രാക്ടിക്കൽ സർവീസ്, ഇൻഡയറക്റ്റ് ട്രീറ്റ്മെന്റ് അഥവാ എൻവയോൺമെന്റൽ മാനിപ്പുലേഷൻ, ഡയറക്റ്റ് ട്രീറ്റ്മെന്റ്. ആദ്യത്തെ പറഞ്ഞത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രാക്ടിക്കൽ സർവീസസ് ആണ്. അതായത് ഈ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡിൽ പറയുന്നത് കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയ റിസോഴ്സസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയ ഏജൻസീസ് മുഖേന നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രോബ്ലംസ് മാറ്റിയെടുക്കാം. അതാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രാക്ടിക്കൽ സർവീസസിൽ പറയുന്നത്. അടുത്താണ് ഇൻഡയറക്റ്റ് ട്രീറ്റ്മെന്റ് അഥവാ എൻവയോൺമെന്റൽ മാനിപ്പുലേഷൻ. ആ പേര് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഒരു വ്യക്തിയുടെ എൻവയോൺമെന്റ് ചേഞ്ച് വരുത്തി ആ വ്യക്തിയുടെ പ്രോബ്ലംസ് മാറ്റിയെടുക്കാം. അതാണ് ഇൻഡയറക്റ്റ് ട്രീറ്റ്മെന്റിൽ പറയുന്നത്. ഡയറക്റ്റ് ട്രീറ്റ്മെന്റിൽ പറയുന്നത് എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയുടെ പ്രോബ്ലംസ് മാറ്റാം. അതിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ് കൗൺസിലിംഗ്, ഇന്റർവ്യൂ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക്കൽ ഇന്റർവ്യൂ, കൗൺസിലിംഗ്, ദെൻ സൈക്കോളജിക്കൽ സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട്. ഇതൊക്കെയാണ് എവിടെ കൊടുക്കുന്നത്, ഡയറക്റ്റ് ട്രീറ്റ്മെന്റിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്. പ്രധാനമായിട്ടും പോട്ടർലി ആണ് അതിനെപ്പറ്റി പറഞ്ഞത്. അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രാക്ടിക്കൽ സർവീസസ്, ഇൻഡയറക്റ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡയറക്റ്റ് ട്രീറ്റ്മെന്റ്.
അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്ന സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിലും ഉപരി ട്രീറ്റ്മെന്റിനെ പറ്റി നിങ്ങൾ ഒരുപാട് വായിക്കാൻ പറ്റും. കോൺഫിഡൻഷ്യാലിറ്റിയെ പറ്റി, സെൽഫ് ഡിറ്റർമിനേഷനെ പറ്റി, പ്രിൻസിപ്പിൾസ് വായിച്ച് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞ ഒരുപാട് പേരുകളുണ്ട്. പോർട്ടല്ലി, ഹാമിൽട്ടൺ, ടാഫ്റ്റ്, മാരി റിച്ച്മാൻ, പേൾമാൻ. ഈ വ്യക്തികളുടെ പേരും അവർ കൊടുത്ത ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സും നിങ്ങളൊരു നോട്ടിൽ പ്രത്യേകം എഴുതിയെടുത്ത് വെക്കണം. ഇത് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതിൽ 100% ഉറപ്പാണ്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ഡ്രോപ്പ് യുവർ കമൻറ്റ്സ് ബിലോ. താങ്ക് യു സോ മച്ച്.